ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. RRB ഗ്രൂപ്പ് ഡി എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള 25 ഡേ സ്റ്റഡി പ്ലാനിന്റെ ഫസ്റ്റ് ഡേ ആണെന്ന്. ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ആൻഡ് പൊളിറ്റി സബ്ജക്ട്സ് ആയിരിക്കും. നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ള ഡേ മെറ്റീരിയലിൽ ഹിസ്റ്ററി ആൻഡ് പൊളിറ്റി സബ്ജക്ട്സ് എന്നുള്ള അറൌണ്ട് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഈ ഒരു സെഷന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. എൻ്റെ ടോപ്പിക്ക് നമുക്ക് ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പറ്റില്ല. സോ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റെലവൻറ്റ് ഫാക്ട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിക്കോസ് എൻ്റെ ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് മറ്റ് പല ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ആ എക്സ്ട്രാ വരുന്ന ഇൻഫർമേഷൻ നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നോട്ട് ഡൗൺ ചെയ്യുകയും വേണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which of the following is a correct chronological sequence of prehistoric periods of human activities and civilization? ഹ്യൂമൻ ആക്ടിവിറ്റീസിന്റെയും ഹ്യൂമൻ സിവിലൈസേഷന്റെയും പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പാലിയോലിത്തിക് പീരീഡ്, മീസോലിത്തിക് പീരീഡ്, നിയോലിത്തിക് പീരീഡ്. ഓപ്ഷൻ ബി മെറ്റലേജ് പീരീഡ്, മീസോലിത്തിക് പീരീഡ്, പാലിയോലിത്തിക് പീരീഡ്. ഓപ്ഷൻ സി നിയോലിത്തിക് പീരീഡ്, മീസോലിത്തിക് പീരീഡ്, പാലിയോലിത്തിക് പീരീഡ്. ആൻഡ് ഓപ്ഷൻ ഡി മീസോലിത്തിക് പീരീഡ്, നിയോലിത്തിക് പീരീഡ്, പാലിയോലിത്തിക് പീരീഡ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സീക്വൻഷ്യൽ ഓർഡർ, ക്രോണോളജിക്കൽ ഓർഡർ എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പാലിയോലിത്തിക് പീരീഡ്, മീസോലിത്തിക് പീരീഡ്, നിയോലിത്തിക് പീരീഡ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡർ. സോ ഈ മൂന്ന് പീരീഡ് എടുത്തു കഴിഞ്ഞാലും ഇത് മൂന്നും എന്താണ്, സ്റ്റോൺ ഏജ് പീരീഡ്സ് ആണ്. സ്റ്റോൺ ഏജുമായിട്ട് ബന്ധപ്പെട്ടുള്ള പീരീഡ്സ് ആണ് ഈ മൂന്ന് പീരീഡ്സും. പാലിയോലിത്തിക് പീരീഡ് ആണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്, ദെൻ ഫോളോഡ് ബൈ മീസോലിത്തിക് ആൻഡ് ഫോളോഡ് ബൈ നിയോലിത്തിക്. ഇനി മീസോലിത്തിക് പീരീഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് മൈക്രോലിത്സുകൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. മൈക്രോലിത്സുകൾ ഹ്യൂമൻസ് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മീസോലിത്തിക് പീരീഡിലാണ്. മൈക്രോലിത്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റോൺ ടൂൾസ്. സോ ചെറിയ സ്റ്റോൺ ടൂൾസുകൾ ഹ്യൂമൻസ് യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മീസോലിത്തിക് പീരീഡിലാണ്. പാലിയോലിത്തിക് പീരീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ലാർജർ സ്റ്റോൺ ടൂൾസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മീസോലിത്തിക് പീരീഡിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, ആ സ്റ്റോൺ ടൂൾസിന്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്തു. കുറച്ചും കൂടി ചെറിയ സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാനായിട്ട് മനുഷ്യർ സ്റ്റാർട്ട് ചെയ്തു. സോ മീസോലിത്തിക് പീരീഡിലാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്, മൈക്രോലിത്സുകൾ കാണാൻ സാധിക്കുന്നത്. ഇനി നിയോലിത്തിക് പീരീഡ് ആണ് മൂന്നാമത്തെ പീരീഡ് എന്ന് പറയുന്നത്. നിയോലിത്തിക് പീരീഡിലേക്ക് എത്തിയപ്പോഴാണ് ഹ്യൂമൻസ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്, അഗ്രികൾച്ചർ, പോട്ടറി, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, പോട്ടറി, പെർമനന്റ് സെറ്റിൽമെന്റ്, അതായത് വീട് വെച്ചൊക്കെ താമസിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു നിയോലിത്തിക് പീരീഡിലാണ്. നിയോലിത്തിക് പീരീഡിലേക്ക് എത്തിയപ്പോഴാണ് ഹ്യൂമൻസ് എന്ത് ചെയ്യുന്നത്, അഗ്രികൾച്ചറും പോട്ടറിയും പെർമനന്റ് സെറ്റിൽമെന്റ്, അതായത് പെർമനന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് താമസിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു നിയോലിത്തിക് പീരീഡിലേക്ക് എത്തുമ്പോഴാണ്. സോ ഇതാണ് ഈ മൂന്ന് പീരീഡ്സിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫാക്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡർ. ഫസ്റ്റ് വരുന്നത് പാലിയോലിത്തിക് ആണ്, ഫോളോഡ് ബൈ മീസോലിത്തിക് ആൻഡ് ദെൻ നിയോലിത്തിക്. മീസോലിത്തിക് പീരീഡിലാണ് മൈക്രോലിത്സ് കാണാൻ തുടങ്ങിയത്. ആൻഡ് നിയോലിത്തിക് പീരീഡിലാണ് എന്ത് ചെയ്യുന്നത്, അഗ്രികൾച്ചറും പോട്ടറിയും പെർമനന്റ് സെറ്റിൽമെന്റും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. Next question: where in India would you find rock paintings dating back to the Stone Age? സ്റ്റോൺ ഏജ് ടൈമിലുള്ള റോക്ക് പെയിന്റിങ്സ് ഇതിൽ എവിടെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നളന്ദ, ഓപ്ഷൻ ബി ഭീംബേട്ക, ഓപ്ഷൻ സി എലിഫന്റ ആൻഡ് ഓപ്ഷൻ ഡി ബാഗ് കേവ്സ്. ഇതിൽ ഏത് കേവ്സിലാണ് നിങ്ങൾക്ക് സ്റ്റോൺ ഏജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോക്ക് പെയിന്റിങ്സ് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഭീംബേട്ക കേവ്സിലാണ്. ഭീംബേട്ക കേവ്സിലാണ് സ്റ്റോൺ ഏജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോക്ക് പെയിന്റിങ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഭീംബേട്ക കേവ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കേവ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഭീംബേട്ക കേവ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ മധ്യപ്രദേശിലാണ് ഭീംബേട്ക കേവ്സ് എന്ത് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഭീംബേട്ക കേവ്സിൽ സ്റ്റോൺ ഏജിലെ റോക്ക് പെയിന്റിങ്സ് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഏജിലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലിയോലിത്തിക് പീരീഡിലെയും
ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് 3 പീരീഡ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യായിരുന്നു. പാലിയോലിത്തിക്, മീസോലിത്തിക്, അതുപോലെ തന്നെ നിയോലിത്തിക്. ഇതിൽ പാലിയോലിത്തിക്കിലെയും മീസോലിത്തിക് ടൈമിലെയും റോക്ക് പെയിന്റിങ്സ് ആണ് നമുക്ക് ഈ ഭീംബേട്ക കേവ്സിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഭീംബേട്ക കേവ്സ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? മധ്യപ്രദേശിലാണ് ഭീംബേട്ക കേവ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെന്റ് ബൈ എപ്പിഗ്രാഫി? എപ്പിഗ്രാഫി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്റ്റഡി ഓഫ് സ്കെലിറ്റൻസ്, ഓപ്ഷൻ ബി സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്, ഓപ്ഷൻ സി സ്റ്റഡി ഓഫ് മാപ്സ് ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റഡി ഓഫ് കോയിൻസ്. ഇതിൽ എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എപ്പിഗ്രാഫി എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്. ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ത്? എപ്പിഗ്രാഫി എന്ന് പറയുന്നത്. അതായത് റോക്സിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മറ്റ് മെറ്റൽസിലും ഒക്കെയുള്ള ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ത്? എപ്പിഗ്രാഫി എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് സ്റ്റഡീസ് ഏതൊക്കെയാന്ന് നോക്കാം. നമുക്ക് ഓപ്ഷനകത്ത് തന്നെ സ്റ്റഡി ഓഫ് മാപ്സ്. സ്റ്റഡി ഓഫ് മാപ്സിനെ വിളിക്കുന്ന പേരാണ് കാർട്ടോഗ്രാഫി. മാപ്പുകളെ കുറിച്ചുള്ള സ്റ്റഡിയെ വിളിക്കുന്ന പേരാണെന്ത്? കാർട്ടോഗ്രാഫി. ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡി ആയിരുന്നു എപ്പിഗ്രാഫി എന്ന് പറയുന്നത്. ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണെന്ത്? എപ്പിഗ്രാഫി എന്ന് പറയുന്നത്. അതേസമയം മാപ്പുകളെ കുറിച്ചുള്ള സ്റ്റഡിയെ വിളിക്കുന്ന പേരാണെന്ത്? കാർട്ടോഗ്രാഫി എന്ന് വിളിക്കുന്നത്. ആൻഡ് കോയിൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയെ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂമിസ്മാറ്റിക്സ്. കോയിൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ് ന്യൂമിസ്മാറ്റിക്സ്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള സ്റ്റഡി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡി എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എപ്പിഗ്രാഫി എന്ന് വിളിക്കും. മാപ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയെ നമ്മൾ കാർട്ടോഗ്രാഫി എന്ന് വിളിക്കും. ആൻഡ് കോയിൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയെ നമ്മൾ ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് എന്ത് ചെയ്യുന്നത്? വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ സ്കെലിറ്റൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയെ നമ്മൾ ഓസ്റ്റിയോളജി എന്നാണ് വിളിക്കുന്നത്. ചോദിക്കാറില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഫോർ യുവർ ഇൻഫർമേഷൻ. ഓസ്റ്റിയോളജി എന്നാണ് സ്കെലിറ്റൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയെ വിളിക്കുന്നത്. ഇത് മൂന്നുമാണ് എക്സാമിന് ചോദിക്കാറുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് എന്ന് പറയുന്നത്. എപ്പിഗ്രാഫി എന്ന് പറയുന്ന ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്, മാപ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് കാർട്ടോഗ്രാഫി, ആൻഡ് കോയിൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ന്യൂമിസ്മാറ്റിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് ഭീംബേട്ക ആർ ഫേമസ് ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ്? ഭീംബേട്കയിലെ റോക്ക് ഷെൽട്ടേഴ്സ് അല്ലെങ്കിൽ റോക്ക് കേവ്സ് എന്തിനാണ് ഫേമസ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ട്രേസസ് ഓഫ് പെയിന്റിങ്സ് ഡ്യൂറിംഗ് ദ മൗര്യ ഡൈനാസ്റ്റി, ഓപ്ഷൻ ബി ട്രേസസ് ഓഫ് സ്കൾപ്ചർ ഓഫ് ദി മുഗൾസ്, ഓപ്ഷൻ സി ട്രേസസ് ഓഫ് ദി ഏർലി ദ്രവീഡിയൻ പീരീഡ്, ഓപ്ഷൻ ഡി ഏർലിയസ്റ്റ് സൈൻസ് ഓഫ് ഹ്യൂമൻസ് ഓൺ ദി ഇന്ത്യൻ സബ്കോണ്ടിനെന്റ്. ഇതിലേതാണ് ഭീംബേട്കയിലെ റോക്ക് ഷെൽട്ടേഴ്സ് ഫേമസ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓൾറെഡി ഈ ക്വസ്റ്റ്യന്റെ വേറൊരു വേർഷൻ നമ്മൾ ഇത് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഭീംബേട്കയിലെ കേസ് എന്തിനാണ് ഫേമസ് ആയിട്ടുള്ളത്? ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഏർലിയസ്റ്റ് സൈൻസ് ഓഫ് ഹ്യൂമൻസ് ഓൺ ഇന്ത്യൻ സബ്കോണ്ടിനെന്റ്. ഇന്ത്യൻ സബ്കോണ്ടിനെന്റിലുള്ള ഏർലി ഹ്യൂമൻസിന്റെ സയൻസ് കാണിക്കുന്നത് ഈ ഒരു ഭീംബേട്ക കേവ്സിലാണ്. അതായത് ഭീംബേട്ക കേവ്സിൽ സ്റ്റോൺ ഏജിലെ റോക്ക് പെയിന്റിങ്സ് ഉണ്ടെന്ന് കുറച്ച് മുന്നേ ഉള്ള ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് പാലിയോലിത്തിക് പീരീഡിലെയും മീസോലിത്തിക് പീരീഡിലെയും ഹ്യൂമൻസിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? റോക്ക് പെയിന്റിങ്സ് ആയിട്ട് ഭീംബേട്ക കേവ്സിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അതിനായിട്ടാണ് ഭീംബേട്ക കേവ്സ് എന്ത് ചെയ്യുന്നത്? ഫേമസ് ആയിട്ടുള്ളത്. സ്റ്റോൺ ഏജിലുള്ള ആൾക്കാരുടെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്? റോക്ക് പെയിന്റിങ്സ് ആയിട്ട് ഭീംബേട്ക കേവ്സിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അതിനാണ് ഭീംബേട്ക കേവ്സ് ഫേമസ് ആയിട്ടുള്ളത്. ആൻഡ് ഭീംബേട്ക കേവ്സ് എവിടെയാണ് ഉള്ളതെന്ന് നമ്മൾ കുറച്ച് മുന്നേ ഉള്ള ക്വസ്റ്റ്യനകത്ത് ഡിസ്കസ് ചെയ്തു. മധ്യപ്രദേശിലാണ് എന്ത് ഇരിക്കുന്നത്? ഭീംബേട്ക കേവ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി കോഴ്സസിന്റെ ക്ലാസ് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PYQ സെഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ RRB ഗ്രൂപ്പ് ഡി കോഴ്സസിന്റെ അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓരോ കോഴ്സിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. അല്ല നമ്മുടെ 25 ഡേ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുക. അല്ല കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ RRB ഗ്രൂപ്പ് ഡി കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം, ടൈം കുറവാണ്. സോ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. 25 ഡേ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എഫിഷ്യന്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യുക. അല്ല കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് കുറച്ചും കൂടി ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡി കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്? 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷൻ ഓർ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചുള്ള 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിലേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
First statement, option A, Harappan culture spread only to Sindh and Punjab. Option B, the script of the Harappan culture has been deciphered. Option C, at burials in Harappan sites, the dead were generally laid in pits. And option D, granaries in the Indus Valley civilization were found in Harappa only. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അറ്റ് ബറിയൽസ് ഇൻ ഹാരപ്പൻ സൈറ്റ്സ് ദ ഡെഡ് വെയർ ജനറലി ലേഡ് ഇൻ പിറ്റ്സ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി ഓരോ സ്റ്റേറ്റ്മെന്റും എന്താണെന്ന് നോക്കാം, എന്താണ് അതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഹാരപ്പൻ കൾച്ചർ സ്പ്രെഡ് ഓൺലി ടു സിന്ധ് ആൻഡ് പഞ്ചാബ്. സിന്ധിലും പഞ്ചാബിലും മാത്രമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ സ്പ്രെഡ് ചെയ്തത് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതെന്താണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം സിന്ധിലും പഞ്ചാബിലും മാത്രമല്ല, ഒരു വൈഡർ ഏരിയയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹാരപ്പൻ സിവിലൈസേഷൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതായത് രാജസ്ഥാനിലുണ്ട്, ഗുജറാത്തിലുണ്ട്, അതുപോലെ എന്താണ് ബലൂചിസ്ഥാൻ ഏരിയാസിൽ വരെ എന്തുണ്ട്? ഹാരപ്പൻ സിവിലൈസേഷൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സിന്ധിലും പഞ്ചാബിലും മാത്രമല്ല, വാസ്റ്റർ ഏരിയയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഹാരപ്പൻ സിവിലൈസേഷൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് വരുന്നത്. പഞ്ചാബിലും സിന്ധിലും മാത്രമല്ല, മറ്റ് ഏരിയാസിനും ഹാരപ്പൻ സിവിലൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ദ സ്ക്രിപ്റ്റ് ഓഫ് ദി ഹാരപ്പൻ കൾച്ചർ ഹാസ് ബീൻ ഡെസിഫേർഡ്. ഹാരപ്പൻ ടൈമിലുള്ള സ്ക്രിപ്റ്റുകൾ നമ്മൾ ഡെസിഫർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളത് എന്താണ് അതിന്റെ മീനിങ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. ബിക്കോസ് ഹാരപ്പൻ ടൈമിലുള്ള സ്ക്രിപ്റ്റുകൾ നമുക്ക് ഇതുവരെ എന്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല? ഡെസിഫർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റിനകത്ത് എന്താണ് പറയുന്നതെന്ന് ഇതുവരെ നമുക്ക് അതിന്റെ മീനിങ് വായിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല, ഡെസിഫർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. സാധിച്ചിട്ടുണ്ടെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. സോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? അറ്റ് ബറിയൽസ് ഇൻ ഹാരപ്പൻ സൈറ്റ്സ് ദ ഡെഡ് വെയർ ജനറലി ലേഡ് ഇൻ പിറ്റ്സ്. ഹാരപ്പൻ സൈറ്റ്സിലുള്ള ബറിയൽസിൽ, ശവകുടീരങ്ങളിൽ ആൾക്കാരെ പിറ്റ്സിലായിരുന്നു എന്ത് ചെയ്യുന്നത്? ശവം അടക്കിയിരുന്നതെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. അതായത് ഹാരപ്പൻ സിവിലൈസേഷനിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ബറിയൽ സൈറ്റ്സ്, അതായത് ആൾക്കാരുടെ ശവകുടീരങ്ങൾ കാണാനായിട്ട് സാധിക്കും. ആൻഡ് അവരെ കുഴിയിലായിട്ടാണ് എന്ത് ചെയ്തത്? അവരെ അടക്കം ചെയ്തിരുന്നത്. അതായത് പിറ്റ്സ് ഉണ്ടാക്കിയിട്ട്, കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിലായിട്ടാണ് എന്ത് ചെയ്തത്? അവരെ അടക്കം ചെയ്തിരുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഗ്രനറീസ് ഇൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ വെയർ ഫൗണ്ട് ഇൻ ഹാരപ്പ ഓൺലി. ഹാരപ്പയിൽ മാത്രമല്ല ഗ്രനറീസ് കാണാൻ പറ്റുന്നത്. നമുക്ക് മോഹൻജദാരോയിൽ എന്ത് കാണാൻ പറ്റും? ഗ്രനറീസ് കാണാനായിട്ട് സാധിക്കും. ഹാരപ്പയിൽ മാത്രമല്ല, മോഹൻജദാരോയിലും മറ്റ് ചില സൈറ്റ്സുകളും നമുക്ക് ഗ്രനറീസ് കാണാനായിട്ട് സാധിക്കും. ഹാരപ്പയിൽ മാത്രമല്ല. ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഹാരപ്പയിൽ മാത്രമാണ് ഗ്രനറീസ് ഉള്ളത് എന്നാണ്. അതെന്താണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മറ്റ് സൈറ്റ്സിലും, മോഹൻജദാരോ പോലെയുള്ള ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സിലും മറ്റ് ചില സൈറ്റ്സിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഗ്രനറീസ് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ? ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, എക്സ്ചേഞ്ച് സിസ്റ്റം. ഓപ്ഷൻ ബി, ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ. ഓപ്ഷൻ സി, ബിൽഡിംഗ്സ് ഓഫ് ബ്രിക്സ്. ആൻഡ് ഓപ്ഷൻ ഡി, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓർ ഹാരപ്പൻ സിവിലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബിൽഡിംഗ്സ് ഓഫ് ബ്രിക്സ് ആണ്. അതായത് ബ്രിക്സുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്സ് ആണെന്ത്? ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ യൂസ് ചെയ്യുന്നത് ബേൺ ബ്രിക്സ് ആണ്. അതായത് തീയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്ത ബേൺഡ് ബ്രിക്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനിൽ, ഹാരപ്പൻ ടൈമിലുള്ള ആൾക്കാർ ബേൺഡ് ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ബ്രിക്സ് യൂസ് ചെയ്തിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് ഹാരപ്പൻ ടൈമിലെ വൺ ഓഫ് ദി സേലിയൻ ഫീച്ചർ എന്ന് പറയുന്നത്. സോ ഇതാണ് എന്ത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ഡ്യൂറിംഗ് ദി ഇൻഡസ് വാലി civilization. Next question, which of the following is not an important place of the Indus Valley civilization? Indus Valley civilizationലെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പ്ലേസ് ഇതിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, കാലിബംഗാൻ. ഓപ്ഷൻ ബി, ഹാരപ്പ. ഓപ്ഷൻ സി, മോഹൻജദാരോ. ആൻഡ് ഓപ്ഷൻ ഡി, അജംഗഡ്. ഇതിൽ ഏത് പ്ലേസ് ആണ് ഇൻഡസ് വാലി സിവിലൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പ്ലേസ് എന്നാണ് ക്വസ്റ്റ്യൻ.
സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതാണ് അജംഗഡ് ആണ്. അജംഗഡ് ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് അല്ലാത്ത പ്ലേസ് എന്ന് പറയുന്നത്. കാലിബംഗാനും ഹാരപ്പയും മോഹൻജദാരോ എല്ലാം എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസസ് ആണ്. ആൻഡ് കാലിബംഗാന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കാലിബംഗാനിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഫയർ അൽത്താസ് കാണാനായിട്ട് സാധിക്കും. ഫയർ അൽത്താസ് കാണാൻ സാധിക്കുന്ന സൈറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലിബംഗാനിൽ നമുക്ക് ഫയർ അൽത്താസ് കാണാനായിട്ട് സാധിക്കും. ഇനി ഹാരപ്പ എടുത്തു കഴിഞ്ഞാൽ ഹാരപ്പ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ മറ്റൊരു പേരാണെന്ത്? ഹാരപ്പ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഹാരപ്പ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ ഹാരപ്പയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഹാരപ്പയുടെ ആ ഒരു സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ രണ്ട് ലെയർ ഓഫ് അഡ്മിനിസ്ട്രേഷനില്ല, രണ്ട് ടൈപ്പ് ഓഫ് എന്താണ് കെട്ടിടങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതായത് ഹാരപ്പൻ ടൗൺസിനെ നമുക്ക് സിറ്റാഡൽ എന്നും അതുപോലെ തന്നെ ലോവർ ടൗൺസ് എന്നും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സിറ്റാഡൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഉയർന്ന പ്രദേശത്തുള്ള ഏരിയ ആണ് സിറ്റാഡൽ എന്ന് പറയുന്നത്. ആൻഡ് ലോവർ ടൗൺസ് എന്ന് പറയുന്നത് കുറച്ച് താഴെയുള്ള, അല്ലെങ്കിൽ കുറച്ച് എന്താണ് ലോ ഹൈറ്റിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ ആണ് ലോവർ ടൗൺസ് എന്ന് പറയുന്നത്. സോ സിറ്റാഡലും ലോവർ ടൗൺസും ഹാരപ്പയിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹാരപ്പയിൽ നമുക്ക് ഗ്രനറീസ് കാണാനായിട്ട് സാധിക്കും. സോ ഗ്രനറീസും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഹാരപ്പയിൽ കാണാനായിട്ട് സാധിക്കും. സോ ഹാരപ്പന്റെ ആ ഒരു ടൗൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ സിറ്റാഡലിനും ലോവർ ടൗൺ എന്നും പറഞ്ഞ് രണ്ട് ഡിവിഷൻ നമുക്ക് കാണാൻ സാധിക്കും. സിറ്റാഡൽ എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ച് എലവേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് സിറ്റാഡൽ എന്ന് വിളിക്കുന്നത്. കുറച്ച് താഴ്ന്ന പ്രദേശത്തിന് വിളിക്കുന്ന പേരാണ് ലോവർ ടൗൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രനറീസ്, ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് ഗ്രനറീസ് എന്ത് ചെയ്യാൻ സാധിക്കും? കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഹാരപ്പ എന്നുള്ള ഈ ഒരു സൈറ്റ് എക്സ്കവേറ്റ് ചെയ്ത ആളുടെ പേരെന്ന് പറയുന്നത് ദയാറാം സാനിയാണ്. ദയാറാം സാനിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹാരപ്പ എന്നുള്ള സൈറ്റ് എക്സ്കവേറ്റ് ചെയ്യുന്നത്, കണ്ടെത്തുന്നത് ദയാറാം സാനിയാണ്. ദയാറാം സാനി കണ്ടെത്തിയ സൈറ്റ് ആണെന്ത്? ഹാരപ്പൻ സൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് മോഹൻജദാരോയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗ്രേറ്റ് ബാത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഗ്രേറ്റ് ബാത്ത് കാണാൻ സാധിക്കുന്ന ലൊക്കേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹൻജദാരോ ആണ്. അതുപോലെ തന്നെ നമുക്ക് മോഹൻജദാരോയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഗ്രനറീസ് കാണാനായിട്ട് സാധിക്കും. ഗ്രനറീസും കാണാൻ സാധിക്കുന്നത് മോഹൻജദാരോയിലാണ്. ആൻഡ് മോഹൻജദാരോയിൽ എന്തുണ്ട്? സിറ്റാഡലിനും ലോവർ ടൗൺ എന്ന് പറഞ്ഞുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. Next question, which one of the following animals was frequently seen on the seals of the Harappan civilization? ഹാരപ്പൻ സിവിലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറെ സീൽസ് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഈ സീലുകളിൽ കോമൺ ആയിട്ട് കണ്ടുവന്നിരുന്നത് ഈ അനിമൽസിൽ ഏത് അനിമൽ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബുൾ, ഓപ്ഷൻ ബി ലയൺ, ഓപ്ഷൻ സി ഫോക്സ് ആൻഡ് ഓപ്ഷൻ ഡി ഡിയർ. ഇതിൽ ഏത് അനിമൽസിനെയാണ് നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷനുള്ള സീലുകളിൽ കാണാനായിട്ട് സാധിക്കുന്നത്, കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നത്? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബുള്ളാണ്. സോ ബുള്ളിനെയാണ് ഹാരപ്പയിൽ നിന്ന് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുള്ള സീൽസിൽ കാണാനായിട്ട് സാധിക്കുന്ന ഒരു അനിമൽ എന്ന് പറയുന്നത്. മറ്റ് അനിമൽസ് ഉണ്ട്, എലിഫന്റ്സിനെ കാണാനായിട്ട് സാധിക്കും, യൂണിക്കോൺസിനെ കാണാൻ സാധിക്കും, ടൈഗേഴ്സിനെ കാണാനായിട്ട് സാധിക്കും. ബട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഈ ബുള്ളിനെയാണ്. സോ ബുള്ളിനെയാണ് കോമൺ ആയിട്ട് ഈ ഹാരപ്പയിലെ സീൽസിൽ കാണുന്നത്. അതുകൂടാതെ യൂണിക്കോണിന്റെ സീൽസ് ഉണ്ട്, എലിഫന്റിന്റെ സീൽസ് ഉണ്ട്, അതുപോലെ തന്നെ ടൈഗറിന്റെ സീൽസ് ഉണ്ട്. ആൻഡ് മറ്റ് എന്താണ് ഹ്യൂമൻ ഫിഗേഴ്സിന്റെ സീൽസ്, പശുപതി സീൽ പോലെയുള്ള ഡയറ്റീസിന്റെ അല്ലെങ്കിൽ ഗോഡ്ലി ക്രീച്ചേഴ്സിന്റെ സീൽസുകളും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഹാരപ്പൻ സിവിലൈസേഷനിൽ കാണാനായിട്ട് സാധിക്കും. ബട്ട് അനിമൽസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ബുള്ളാണ്. ബുള്ളിന് ശേഷം എലിഫന്റ്സിനെ കാണാം, ടൈഗറിനെ കാണാം, അതുപോലെ തന്നെ യൂണിക്കോണിനെ കാണാനായിട്ടും നമ്മുടെ ഹാരപ്പൻ സീൽസിൽ സാധിക്കും. Next question, which of the following Indus civilization sites has evidence of water reservoirs? വാട്ടർ റിസർവേഴ്സിന്റെ സൈറ്റ്, വാട്ടർ റിസർവേഴ്സിന്റെ എവിഡൻസസ് ഏതൊക്കെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാലിബംഗാൻ, ഓപ്ഷൻ ബി ധോളാവീര, ഓപ്ഷൻ സി കോട്ഡിജി ആൻഡ് ഓപ്ഷൻ ഡി ലോഥൽ. ഇത് നാലും ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സൈറ്റ്സ് ആണ്. ഇതിൽ എവിടെയാണ് നമുക്ക് വാട്ടർ റിസർവേഴ്സ് കാണാൻ സാധിക്കുന്നത്? അതായത് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ടാങ്ക്സ് അല്ലെങ്കിൽ വാട്ടർ റിസർവേഴ്സ് എവിടെയാണ് കാണാൻ സാധിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ധോളാവീരയാണ്. ധോളാവീരയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? വാട്ടർ റിസർവേഴ്സ് കാണാനായിട്ട് സാധിക്കും. ധോളാവീര കൂടാതെ രാഖി ഗഡിയിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? വാട്ടർ റിസർവേഴ്സ് കാണാനായിട്ട് സാധിക്കും. ധോളാവീരയിലും രാഖി ഗഡിയിലുമാണ്
നമുക്ക് വാട്ടർ റിസർവേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ. ആൻഡ് ഈ വാട്ടർ റിസർവേഴ്സ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മഴവെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ധൊളാവീരയിലും അതുപോലെ തന്നെ രാഖിഗഡിയിലും എന്ത് ചെയ്തത്, ഈ വാട്ടർ റിസർവേഴ്സ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് സൈറ്റ് ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ് എ ഡാൻസിംഗ് ഗേൾ എ ബ്രോൺസ് ഫിഗറൈൻ ഫൗണ്ട്? ഏത് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റിൽ നിന്നാണ് ബ്രോൺസ് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്തിട്ടുള്ള ഡാൻസിംഗ് ഗേൾ എന്നുള്ള ആ ഒരു ഫിഗർ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ മോഹൻജദാരോ, ഓപ്ഷൻ ബി ലോഥൽ, ഓപ്ഷൻ സി ഹാരപ്പ, ഓപ്ഷൻ ഡി രാഖിഗഡി. ഇതിലെവിടെയാണ് നമുക്ക് ഈ ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചു കാണാനായിട്ട് സാധിക്കുന്നത്? ആൻഡ് ഈ ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചു എന്ന് പറയുന്നത് ബ്രോൺസ് മെറ്റൽ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചു എവിടെയാണ് കാണുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മോഹൻജദാരോ ആണ്. മോഹൻജദാരോയിൽ നിന്നാണ് നമ്മൾ ഈ ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചു എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കവർ ചെയ്ത് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രോൺസ് എന്നുള്ള മെറ്റൽ യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് അതുകൂടാതെ ഈ ഒരു ഫിഗർ, ഈ ഒരു ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചു മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേര് ലോസ്റ്റ് വാക്സ് ടെക്നിക് എന്നാണ്. ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചു എന്ത് ചെയ്തിരിക്കുന്നത്, ബിൽഡ് ചെയ്തിരിക്കുന്നത്. ബ്രോൺസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചു ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൂടാതെ ഇത് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണെന്ത്, ലോസ്റ്റ് വാക്സ് ടെക്നിക്. ഇമ്പോർട്ടന്റ് ആണ്. ലോസ്റ്റ് വാക്സ് ടെക്നിക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചു എന്ത് ചെയ്തിട്ടുള്ളത്, മേക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് മോഹൻജദാരോയിൽ നിന്ന് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിഫാക്ട് ആണെന്ത്, പശുപതി സീൽ എന്ന് പറയുന്നത്. പശുപതി സീലും നമ്മൾ ഡിസ്കവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു മോഹൻജദാരോയിൽ നിന്നാണ്. സോ പശുപതി സീൽ എന്ന് പറയുമ്പോൾ ശിവയുടെ, ലോർഡ് ശിവയുടെ ഒരു ഏർലി ഫോം അല്ലെങ്കിൽ പ്രോട്ടോ ശിവ എന്നറിയപ്പെടുന്ന പശുപതി സീല് അല്ലെങ്കിൽ പശുപതിയുടെ ഫിഗർ ഉള്ള ആ ഒരു സീല് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുള്ളതും ഈ മോഹൻജദാരോ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ്. പശുപതി സീലും നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മോഹൻജദാരോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the word Veda is derived from which of the following root words? ഏത് വേർഡിൽ നിന്നാണ് ഈ വേദ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഒറിജിൻ ഏത് വേർഡിൽ നിന്നാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വേദി, ഓപ്ഷൻ ബി വിത്ത്, ഓപ്ഷൻ സി വിത്ത് ആൻഡ് ഓപ്ഷൻ ഡി വേദ്. ഇതിൽ ഏത് വേർഡിൽ നിന്നാണ് വേദ എന്നുള്ള ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വിത്ത്. വിത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് ടു നോ അല്ലെങ്കിൽ നോളജ്. ഈ വിത്തിന്റെ ആക്ച്വൽ മീനിങ് എന്ന് പറയുന്നത് ടു നോ അല്ലെങ്കിൽ നോളജ് എന്നുള്ളതാണ് ഈ ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു വേർഡിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വേദ എന്നുള്ള ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ 4 വേദാസ് ഉണ്ടല്ലോ നമുക്ക്, ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ഈ 4 വേദാസ് ഉണ്ടല്ലോ. സോ ഈ വേദ എന്നുള്ള ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് വിത്ത് എന്നുള്ള വേർഡിൽ നിന്നാണ്. ആൻഡ് വിത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് ടു നോ അല്ലെങ്കിൽ നോളജ് എന്നുള്ളതാണ് എന്ത്, വിത്തിന്റെ മീനിങ് എന്ന് പറയുന്നത്. Next question, in the early Vedic period the Varna system was based on dash. Early Vedic period Varna system എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റിലീജിയൻ, ഓപ്ഷൻ ബി ഓക്കുപേഷൻ, ഓപ്ഷൻ സി നോളജ് ആൻഡ് ഓപ്ഷൻ ഡി ബർത്ത്. ഏർലി വേദിക് പീരീഡിൽ വർണ്ണ സിസ്റ്റം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഓക്കുപേഷൻ ആണ്. ഓക്കുപേഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഏർലി വേദിക് പീരീഡിൽ വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത്. വർണ്ണ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇതാണെന്ത് നമ്മുടെ വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത്. സോ വർണ്ണ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇതാണ് വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ ഒരു വർണ്ണ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന സൊസൈറ്റിയുടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒക്കുപ്പേഷനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ആൻഡ് ബ്രാഹ്മണാസ് എന്ന് പറയുന്നത് പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രീസ്റ്റിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഒക്കുപ്പേഷൻ പെർഫോം ചെയ്യുന്നവരെയാണ് ബ്രാഹ്മണാസ് എന്ന് വിളിച്ചിരുന്നത്. ക്ഷത്രിയാസ് എന്ന് പറയുന്നത് വോറിയർ കാറ്റഗറി ആയിരുന്നു. വോറിയേഴ്സിനെയാണ് ക്ഷത്രിയാസ് എന്ന് എന്ത് ചെയ്തിരുന്നത്, വിളിച്ചിരുന്നത്. വൈശ്യ എന്ന് പറയുന്നത്
ട്രേഡേഴ്സിനെയും മെർച്ചൻസിനെയും വിളിച്ചിരുന്ന പേരാണ് വൈശ്യാസ് എന്ന് പറയുന്നത്. ആൻഡ് ശൂദ്രാസ് എന്ന് പറയുന്നതാണ് ഈ 3 കാറ്റഗറിക്കും മറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സിനെ വിളിച്ചിരുന്ന പേരാണെന്ത്? ശൂദ്ര എന്ന് പറയുന്നത്. സോ ബ്രാഹ്മണ എന്ന് പറയുന്ന പ്രീസ്റ്റുകളായിരുന്നു, അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഗോഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നവരായിരുന്നു ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. ക്ഷത്രിയാസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വോറിയർ കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ക്ഷത്രിയാസ് എന്ന് വിളിക്കുന്നത്. വൈശ്യാസ് എന്ന് പറയുമ്പോൾ ട്രേഡേഴ്സും മെർച്ചൻസും, ആൻഡ് ശൂദ്രാസ് എന്ന് പറയുമ്പോൾ എന്താണ്? സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. ആൻഡ് ഇവരെ എല്ലാം ക്ലാസിഫൈ ചെയ്യുന്നത് ഒക്കുപ്പേഷന്റെ ബേസിസിലായിരുന്നു ഇൻ ഏർലി വേദിക് പീരീഡ്. സോ ഏർലി വേദിക് പീരീഡിൽ ഒക്കുപ്പേഷന്റെ ബേസിലായിരുന്നു വർണ്ണ സിസ്റ്റം എന്ത് ചെയ്യുന്നത്? ബേസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following Vedas is also called the Book of Songs or Veda of Chants? Book of Songs എന്നറിയപ്പെടുന്ന വേദ ഇതിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സാമവേദ, ഓപ്ഷൻ ബി യജുർവേദ, ഓപ്ഷൻ സി അഥർവവേദ ആൻഡ് ഓപ്ഷൻ ഡി ഋഗ്വേദ. സോ 4 വേദാസ് ആണ് നമുക്കുള്ളത്. ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ഈ 4 വേദാസിൽ ഏത് വേദയാണ് ബുക്ക് ഓഫ് സോങ് ഓർ വേദ ഓഫ് ചാൻസ് എന്ന് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സാമവേദയാണ്. സോ സാമവേദ വിളിക്കുന്ന പേരാണെന്ത്? വേദ ഓഫ് ചാൻസ് അല്ലെങ്കിൽ ബുക്ക് ഓഫ് സോങ് എന്ന് പറയുന്നത്. സോ ബുക്ക് ഓഫ് സോങ് എന്ന് വിളിക്കുന്നത് സാമവേദയാണ്. ആൻഡ് സാമവേദ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിനകത്ത് മെലഡീസിന്റെ അല്ലെങ്കിൽ സോങ്സിന്റെ കളക്ഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മന്ത്രങ്ങളുടെ അല്ലെങ്കിൽ എന്താണ് ചാൻസിന്റെ ഒരു കളക്ഷൻ ആണ് നമുക്ക് സാമവേദയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് സാമവേദയെ ബുക്ക് ഓഫ് സോങ്സ് അല്ലെങ്കിൽ വേദ ഓഫ് ചാൻസ് എന്ന് വിളിക്കുന്നത്. ബേസിക്കലി ഇതിനകത്ത് മെലഡീസിന്റെ ഒരു കളക്ഷൻ ആണ് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? കാണാനായിട്ട് സാധിക്കുന്നത്. കളക്ഷൻ ഓഫ് മെലഡീസ് ആണ് ഈ ഒരു സാമവേദ എന്ന് പറയുന്നത്. ആൻഡ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വേദ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഋഗ്വേദയാണ്. ഈ 4 വേദാസിൽ, വേദാസ് 4 ടൈപ്പ് ഉണ്ട്: ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ഈ 4 വേദാസിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള വേദ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഋഗ്വേദയാണ്. സോ ഋഗ്വേദയെ 10 മണ്ഡലാസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഋഗ്വേദ ഇസ് ഡിവൈഡ് ഇൻടു 10 മണ്ഡലാസ്. ഋഗ്വേദയെ 10 മണ്ഡലാസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ 10 മണ്ഡലാസിലായിട്ട് 1028 ഹിംസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാണാനായിട്ട് സാധിക്കും. സോ 10 മണ്ഡലാസ്, ഋഗ്വേദയെ 10 മണ്ഡലാസ് ആയിട്ട് നമുക്ക് 10 മണ്ഡലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ 10 മണ്ഡലാസിലുമായിട്ട് 1028 ഹിംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇതാണ് ഏറ്റവും ഓൾഡസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ 4 വേദാസിലെ ഏറ്റവും ഓൾഡസ്റ്റ് വേദ എന്ന് പറയുന്നത് ഋഗ്വേദയാണ്. ദെൻ സാമവേദ. സാമവേദ എന്ന് പറയുന്നത് ബുക്ക് ഓഫ് സോങ്സ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് മെലഡീസ് ആണെന്ത്? സാമവേദ എന്ന് പറയുന്നത്. ആൻഡ് യജുർവേദ. യജുർവേദ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിച്വൽസിന്റെ സമയത്ത്, ഓരോ റിച്വൽസ് ഉണ്ടല്ലോ, ആ റിച്വൽസിന്റെ സമയത്ത് അഡോപ്റ്റ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയുന്ന വേദയാണെന്ത്? യജുർവേദ എന്ന് പറയുന്നത്. സോ പ്രൊസീജിയേഴ്സ് ടു ബി അഡോപ്റ്റഡ് ഡ്യൂറിങ് റിച്വൽസ്. റിച്വൽസ് പെർഫോം ചെയ്യുന്ന സമയത്ത് അഡോപ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയുന്ന ആ ഒരു വേദയെ വിളിക്കുന്ന പേരാണെന്ത്? യജുർവേദ. ഓരോ റിച്വൽസ് പെർഫോം ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യണം, ആ സ്റ്റെപ്പുകളെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ആ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയുന്ന വേദയാണ് യജുർവേദ എന്ന് പറയുന്നത്. അതേസമയം അഥർവവേദ എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സിനെ കുറിച്ചുള്ള വേദയാണെന്ത്? സൂപ്പർസ്റ്റിഷൻസ്, അതുപോലെ തന്നെ മാജിക്കൽ സ്പെൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അഥർവവേദയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ മാജിക്കൽ സ്പെൽസ്, സൂപ്പർസ്റ്റിഷൻസ്, ബിലീഫ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അഥർവവേദയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇതാണ് 4 ടൈപ്പ് ഓഫ് വേദാസ്: ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ഋഗ്വേദയാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത്. ഋഗ്വേദ 10 മണ്ഡലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 10 മണ്ഡലാസിലായിട്ട് 1028 ഹിംസ് നമുക്ക് കാണാൻ സാധിക്കും. സാമവേദ എന്ന് പറയുന്നത് എന്താണ്? മെലഡീസിന്റെ ഒരു കളക്ഷൻ ആണ്, അല്ലെങ്കിൽ ചാൻസിന്റെ ഒരു കളക്ഷൻ ആണ് ഈ ഒരു സാമവേദ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ ബുക്ക് ഓഫ് സോങ്സ് വിളിക്കുന്നത്. ഇനി യജുർവേദ എന്ന് പറയുമ്പോൾ ഒരു റിച്വൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു റിച്വൽ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടത്, ആ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയുന്ന വേദയാണ് യജുർവേദ എന്ന് പറയുന്നത്. അഥർവവേദ എന്ന് പറയുമ്പോൾ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്, അതായത് സൂപ്പർസ്റ്റീഷൻസ്, മാജിക്കൽ സ്പെൽസ്, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ അഥർവവേദയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Next question. Rigveda consists of a collection of dash. ഋഗ്വേദ എന്ന് പറയുന്നത് എന്തിന്റെ കളക്ഷൻ ആണ്, അല്ലെങ്കിൽ ഋഗ്വേദയിൽ എത്ര ഹിംസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ എ 1028 hymns, ഓപ്ഷൻ ബി 4028 hymns, ഓപ്ഷൻ സി 2028 hymns, ഓപ്ഷൻ ഡി 3028 hymns. സോ നേരത്തെ നമ്മൾ പറഞ്ഞു ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വേദ എന്ന് പറയുന്നത് ഋഗ്വേദയാണ്. ഋഗ്വേദയിൽ 10 മണ്ഡലാസ് ഉണ്ട്. ഋഗ്വേദയെ 10 മണ്ഡലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ 10 മണ്ഡലാസിലായിട്ട് എന്തുണ്ട് 1028 ഹിംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഋഗ്വേദ എന്ന് പറയുന്നത് 1028 ഹിംസിന്റെ കളക്ഷൻ ആണ് എന്ത് ഋഗ്വേദ എന്നുള്ള വേദ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഹിസ്റ്ററി മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വയം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ ബാക്കി വെച്ചിരിക്കുന്നതാണ്. ആൻഡ് അത് വർക്ക്ഔട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതും കൂടി ഡിസ്കസ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ സോൾവ് ചെയ്യുമ്പോൾ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളത് ടേക്കപ്പ് ചെയ്തിട്ടേ പുതിയ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിഫോർ ദ ഫ്രെയിമിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ an objectives resolution was proposed by dash. ആരാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നതിന് മുന്നേ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ പ്രപ്പോസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ സി BR അംബേദ്കർ, ഓപ്ഷൻ ഡി വല്ലഭായ് പട്ടേൽ. ഇവരിൽ ആരാണ് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ പ്രപ്പോസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്നുള്ള ഈ ഒരു പ്രമേയം പ്രപ്പോസ് ചെയ്തത്. ഇനി എന്താണ് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന് ചോദിക്കുമ്പോൾ ബേസിക്കലി അതൊരു ഗൈഡ് ലൈൻ ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വേണം എന്നുള്ള കുറച്ച് ഡയറക്ഷൻസ് കൊടുക്കുന്ന ഒരു പ്രമേയമാണെന്ത് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യേണ്ടത് എന്ന് ഗൈഡ് ലൈൻ കൊടുക്കുന്ന ഒരു പ്രമേയം, അതിനെ വിളിക്കുന്ന പേരാണെന്ത് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ. ഇത് പ്രപ്പോസ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ആൻഡ് ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത് പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷന്റെ പണിയെല്ലാം തീർത്ത് ഫൈനൽ ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്തതിന് ശേഷം പ്രിയാമ്പിൾ ആക്കി എന്ത് ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ആണ് പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്ത് ചെയ്യുന്നത് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രിയാമ്പിൾ ആക്കി ആഡ് ചെയ്യുന്നത്. സോ പ്രിയാമ്പിളിന്റെ പ്രീഫേസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീകേഴ്സർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ആണ്. ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത് പിന്നീട് മോഡിഫൈ ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രിയാമ്പിൾ ആക്കി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Constituent Assembly drafted the Constitution for Independent India. It was set up under dash. ഇൻഡിപെൻഡന്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്തത് ഏത് ആക്ടിന്റെ അണ്ടറിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909, ഓപ്ഷൻ ബി ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919, ഓപ്ഷൻ സി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 ആൻഡ് ഓപ്ഷൻ ഡി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഓഫ് 1946. ഏതിന്റെ അണ്ടറിലാണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഓഫ് 1946 ആണ്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്യുന്നത്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പറഞ്ഞിരിക്കുന്ന പ്രപ്പോസൽ പ്രകാരമാണ് എന്ത് ചെയ്തത് ഇൻഡിപെൻഡന്റ് ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The chairman of the drafting committee which had the task to prepare the draft of the constitution was dash. ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിരുന്നു. ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അല്ലടി കൃഷ്ണസ്വാമി അയ്യർ, ഓപ്ഷൻ ബി സൈജോ മൊല സാദുള്ള,
ഓപ്ഷൻ സി എൻ ഗോപാലസ്വാമി ആൻഡ് ഓപ്ഷൻ ഡി ഡോക്ടർ BR അംബേദ്കർ. ഇവരിൽ ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ആ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രപ്പോസൽസിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്ത്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തതിന് ശേഷം ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സിന്റെ ഇടയിൽ എന്ത് ചെയ്തു, വർക്ക് ഡിവൈഡ് ചെയ്തു. അതായത് ഇന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ വർക്ക് ചെയ്യണം, ഇന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ വർക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ 8 മേജർ കമ്മിറ്റീസ് ആയിട്ട് എന്ത് ചെയ്തിരുന്നു, ഡിവൈഡ് ചെയ്തിരുന്നു. ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഓരോ ഫംഗ്ഷൻസ് അലോട്ട് ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സിനെ 8 കമ്മിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 8 മേജർ കമ്മിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 8 മേജർ കമ്മിറ്റീസിൽ ഒരു കമ്മിറ്റിയാണെന്ത്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടി ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. Next question. Who among the following was not the member of drafting committee of the Indian Constitution? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇവരിൽ ആരാണ് മെമ്പർ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പർ അല്ലാത്തത് ആര്? ഹു വാസ് നോട്ട് എ മെമ്പർ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സയ്യിദ് മുഹമ്മദ് സാദുള്ള, ഓപ്ഷൻ ബി എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, ഓപ്ഷൻ സി ഡോക്ടർ KM മുൻഷി ആൻഡ് ഓപ്ഷൻ ഡി AV തക്കർ. ഇവരിൽ ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പർ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് AV താക്കർ ആണ്. സോ AV താക്കർ ആണ് ഈ 4 പേരിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പർ അല്ലാഞ്ഞത്. സയ്യിദ് മുഹമ്മദ് സാദുള്ള മെമ്പർ ആയിരുന്നു, എൻ ഗോപാലസ്വാമി അയ്യങ്കർ മെമ്പർ ആയിരുന്നു, ഡോക്ടർ KM മുൻഷി മെമ്പർ ആയിരുന്നു. അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ആരെന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ. സോ ഡോക്ടർ BR അംബേദ്കർ ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പർ ആയിരിക്കും. BR അംബേദ്കറിനെ കൂടാതെ സയ്യിദ് മുഹമ്മദ് സാദുള്ള ഉണ്ടായിരുന്നു, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ട്, ഡോക്ടർ KM മുൻഷി ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ നേരത്തെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന അല്ലടി കൃഷ്ണസ്വാമി അയ്യർ, കുറച്ച് മുന്നുള്ള ക്വസ്റ്റ്യനകത്ത് തന്നെ ഓപ്ഷൻസിനകത്ത് ഉണ്ടായിരുന്ന അല്ലടി കൃഷ്ണസ്വാമി അയ്യർ. സോ അല്ലടി കൃഷ്ണസ്വാമി അയ്യർ ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പർ ആയിരുന്നു. അല്ലടി കൃഷ്ണസ്വാമി അയ്യർ ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പർ ആയിരുന്നു. അതുപോലെ തന്നെ BL മിത്തറും DP കൈത്തനും. സോ BL മിത്തർ ആൻഡ് DP കൈത്തൻ, ഇത്രയും പേരടങ്ങുന്നതായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. സോ BL മിത്തൽ ആൻഡ് DP കൈത്തൻ, ഇത്രയും പേരടങ്ങുന്നതായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് ആക്ട് ചെയ്തത്. BR അംബേദ്കറിനെ കൂടാതെ അല്ലടി കൃഷ്ണസ്വാമി അയ്യർ ഉണ്ടായിരുന്നു, സയ്യിദ് മുഹമ്മദ് സാദുള്ള ഉണ്ടായിരുന്നു, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, ഡോക്ടർ KM മുൻഷി, BL മിത്തർ ആൻഡ് DP കൈത്തൻ, ഇത്രയും പേരടങ്ങുന്നതായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. Next question. The printed records of the Constituent Assembly discussions were compiled into how many volumes? Constituent Assemblyയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ കാര്യത്തിന്റെ മേലും ഓരോ പ്രൊവിഷൻസിന്റെ മുകളിലും ഡിസ്കഷൻസ് നടന്നിരുന്നു. ഈ ഡിസ്കഷൻസ് എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിസ്കഷൻസ് എത്ര വോളിയംസ് ആയിട്ടാണ് കമ്പൈൽ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഡിസ്കഷൻസ് നടന്നിരുന്നു. ഈ ഡിസ്കഷൻസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച ഡിസ്കഷൻസിന്റെ സൈസ് എത്രയാണ്, അല്ലെങ്കിൽ എത്ര വോളിയംസ് ഉണ്ട് ഈ ഒരു ഡിസ്കഷൻസ് എടുത്തു കഴിഞ്ഞാൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 12 വോളിയംസ്, ഓപ്ഷൻ ബി 10 വോളിയംസ്, ഓപ്ഷൻ സി 11 വോളിയംസ് ആൻഡ് ഓപ്ഷൻ ഡി 9 വോളിയംസ്.
സോ കോൺസ്റ്റന്റ് അസംബ്ലി ഡിസ്കഷൻസ് എടുത്തു കഴിഞ്ഞാൽ അത് 12 വോളിയൂംസ് ഉണ്ട്. അതായത് 12 വലിയ ഡോക്യുമെന്റ്സ് ആയിട്ടാണ് ഈ കോൺസ്റ്റന്റ് അസംബ്ലി ഡിസ്കഷൻസ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ കമ്പൈൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. കോൺസ്റ്റന്റ് അസംബ്ലിയിൽ നടന്ന ചർച്ചകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് 12 വോളിയൂംസിലായിട്ടാണ്, അല്ലെങ്കിൽ 12 ലാർജ് ഡോക്യുമെന്റ്സിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഡിസ്കഷൻസ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. Next question. The Constitution was drafted in 1947 by how many representatives of different castes, regions, religions, gender, etc. 1947 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് അസംബ്ലി ഫോം ചെയ്തു. ആ കോൺസ്റ്റന്റ് അസംബ്ലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ ക്വസ്റ്റ്യൻ ഒന്ന് വലിച്ചു നീട്ടി ചോദിച്ചെന്നേ ഉള്ളൂ. സിമ്പിൾ മീനിങ് ഇതാണ്, കോൺസ്റ്റന്റ് അസംബ്ലി, ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത കോൺസ്റ്റന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സിന്റെ ടോട്ടൽ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 201, ഓപ്ഷൻ ബി 299, ഓപ്ഷൻ സി 222 ആൻഡ് ഓപ്ഷൻ ഡി 159. ഇതിൽ എത്ര മെമ്പേഴ്സ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് അസംബ്ലി, ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ആ ഒരു കോൺസ്റ്റന്റ് അസംബ്ലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് 299. 299 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് എന്ത് ചെയ്തത്, ഇൻഡിപെൻഡന്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത്. ഇനി 299 മെമ്പേഴ്സിൽ 229 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ നിന്നുള്ള മെമ്പേഴ്സ് ആയിരുന്നു. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്ന ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ നിന്നുള്ള 229 മെമ്പേഴ്സും 70 മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുള്ള മെമ്പേഴ്സ് ആയിരുന്നു. ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ ഇന്ത്യയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ നമുക്ക് എന്തുണ്ട്, സ്റ്റേറ്റ്സ് ഉണ്ട്, യൂട്ടീസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള ഇന്ത്യയിൽ നമുക്ക് സ്റ്റേറ്റ്സ് ഉണ്ട്, യൂട്ടീസ് ഉണ്ട്, രണ്ട് കമ്പോണൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ രണ്ട് കോൺസ്റ്റിറ്റ്യൂൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ബ്രിട്ടീഷ് പ്രൊവിൻസസ്, ബ്രിട്ടീഷേഴ്സ് ഡയറക്റ്റ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ബ്രിട്ടീഷ് പ്രൊവിൻസസ്. അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അതായത് ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ റൂൾ ചെയ്യുന്ന സ്റ്റേറ്റുകൾ. ബട്ട് ഈ നാട്ടുരാജാക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷ് കിങ്ങിനെ അല്ലെങ്കിൽ ക്യൂവിനെ അവരുടെ സുപ്രീം അതോറിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലുള്ള രാജാക്കന്മാരെ റൂൾ ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അനുവദിച്ചിരുന്നത്. അങ്ങനെയുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്ന് 70 മെമ്പേഴ്സും ബ്രിട്ടീഷ് പ്രൊവിൻസിൽ നിന്ന് 229 മെമ്പേഴ്സും, അങ്ങനെ ടോട്ടൽ 299 മെമ്പേഴ്സ് അടങ്ങുന്നതായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത്. Next question. Who among the following was the president of the Constituent Assembly? ഇവരിൽ ആരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ ഡി വല്ലഭായ് പട്ടേൽ. ഇവരിൽ ആരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത്. സോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ദ പ്രസിഡന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഫോം ചെയ്ത കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. പക്ഷേ 1946 ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആദ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ, അതായത് ഈ 299 മെമ്പേഴ്സും കൂടി ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫോർമേഷന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തിട്ട് ആദ്യത്തെ മീറ്റിംഗിൽ പ്രസിഡന്റ് ഒന്നും ഇല്ലായിരുന്നു. സോ തൽക്കാലത്തേക്ക് പ്രൊസീഡിങ്സ്, അല്ലെങ്കിൽ ആ ഒരു തൽക്കാലത്തേക്ക് ആ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി റൺ ചെയ്യാനായിട്ട് ഒരു ടെമ്പററി പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നു. ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മീറ്റ് ചെയ്തപ്പോൾ തൽക്കാലത്തേക്ക് കാര്യങ്ങളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെമ്പററി പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്തിരുന്നു. ഫ്രഞ്ച് കൺവെൻഷൻ അനുസരിച്ച് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മെമ്പറിനെയാണ് എന്ത് ചെയ്തത്, പ്രസിഡന്റ് ആയിട്ട്, ടെമ്പററി പ്രസിഡന്റ് ആയിട്ട്, താൽക്കാലിക പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്തത്. സോ ആരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യത്തെ ടെമ്പററി പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യത്തെ ടെമ്പററി പ്രസിഡന്റ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യത്തെ ടെമ്പററി പ്രസിഡന്റ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആദ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ
തൽക്കാലത്തേക്ക് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെമ്പററി പ്രസിഡന്റിനെ ഇലക്ട് ചെയ്തു. ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മെമ്പറിനെയാണ് എന്ത് ചെയ്തത്, ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്തത്. ആ ഒരു മെമ്പർ ആയിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കോൺസ്റ്റന്റ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു ഇലക്ഷൻ നടത്തി. അതിനുശേഷം എന്ത് ചെയ്തു, രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡന്റ് ആയിട്ട്, പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്തു. കോൺസ്റ്റന്റ് അസംബ്ലി മീറ്റ് ചെയ്ത ഫസ്റ്റ് ഡേ ഇലക്ട് ചെയ്യപ്പെട്ട ടെമ്പററി പ്രസിഡന്റ്, താൽക്കാലിക പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ കോൺസ്റ്റന്റ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സിന്റെ ഇടയിൽ ഇലക്ഷൻ നടത്തി ഒരു പെർമനന്റ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്തു. അതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. Next question, who is popular for designing the Indian flag? ഇന്ത്യൻ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പിംഗലി വെങ്കയ്യ, ഓപ്ഷൻ ബി ലാല ഹൻസ്രജ്, ഓപ്ഷൻ സി ബാൽ ഗംഗാധർ തിലക് ആൻഡ് ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ഇവരിൽ ആരാണ് ഇന്ത്യൻ ഫ്ലാഗ് ഡിസൈൻ ചെയ്തതിൽ പോപ്പുലർ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പിംഗലി വെങ്കയ്യാണ്. പിംഗലി വെങ്കയ്യാണ് ഇന്ത്യൻ ഫ്ലാഗ്, അതായത് ട്രൈ കളർ എന്ത് ചെയ്തത്, ഡിസൈൻ ചെയ്തത്. ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് ആയിട്ടുള്ള ട്രൈ കളർ ഡിസൈൻ ചെയ്തത് പിംഗലി വെങ്കയ്യാണ്. പിംഗലി വെങ്കയ്യാണ് ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് എന്ത് ചെയ്തത്, ഡിസൈൻ ചെയ്തത്. അതായത് ട്രൈ കളർ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് പിംഗലി വെങ്കയ്യായിരുന്നു. ആൻഡ് ഈ ഒരു ട്രൈ കളർ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു ട്രൈ കളർ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് 22 ജൂലൈ 1947 ആണ്. 22 ജൂലൈ 1947 ആണ് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് അസംബ്ലി ട്രൈ കളർ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്യുന്നത്. 22 ജൂലൈ 1947 കോൺസ്റ്റന്റ് അസംബ്ലിയാണ് എന്ത് ചെയ്യുന്നത്, ട്രൈ കളർ നാഷണൽ ഫ്ലാഗ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ട്രൈ കളർ ഡിസൈൻ ചെയ്ത ആരാണ്, പിംഗലി വെങ്കയ്യാണ്. ആൻഡ് ഈ ട്രൈ കളർ നാഷണൽ ഫ്ലാഗ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് അസംബ്ലിയാണ്. എന്നാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 ജൂലൈ 1947 ആണ് എന്ത് ചെയ്യുന്നത്, ട്രൈ കളർ നാഷണൽ ഫ്ലാഗ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനഗണമന officially accepted as the national anthem of India by the Constituent Assembly on. കോൺസ്റ്റന്റ് അസംബ്ലി എന്നാണ് ജനഗണമനയെ ഇന്ത്യയുടെ നാഷണൽ ആന്തം ആയിട്ട് അഡോപ്റ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 24 ജനുവരി 1950, ഓപ്ഷൻ ബി 26 ജനുവരി 1950, ഓപ്ഷൻ സി 26 ജനുവരി 1949 ആൻഡ് ഓപ്ഷൻ ഡി 27 ഡിസംബർ 1911. ഇതിൽ ഏത് ഡേറ്റിലാണ് കോൺസ്റ്റന്റ് അസംബ്ലി ജനഗണമന, രവീന്ദ്രനാഥ ടാഗോർ കമ്പോസ് ചെയ്ത ജനഗണമന ഇന്ത്യയുടെ നാഷണൽ ആന്തമായിട്ട് സെലക്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 24 ജനുവരി 1950 ആണ്. 24 ജനുവരി 1950, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വരുന്നതിന് 2 ദിവസം മുന്നേ, 26 ജനുവരി 1950 എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വരുന്നത്. ഡേറ്റ് ഓഫ് ഇഫക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്, ഇന്ത്യയിൽ മുഴുവനായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആപ്ലിക്കബിൾ ആകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 26 ജനുവരി 1950 ആണ്. ഈ 26 ജനുവരി 1950 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പബ്ലിക് ഡേ, അല്ലെങ്കിൽ 26 ജനുവരിയാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് 26 ജനുവരി 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്, ഇന്ത്യക്ക് മുഴുവനായിട്ട് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഡേറ്റ് ഓഫ് ഇഫക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 26 ജനുവരി 1950 ആണ്. അതിന് 2 ദിവസം മുന്നേ 24 ജനുവരി 1950 എന്ത് ചെയ്യുന്നത്, ജനഗണമന ഇന്ത്യയുടെ നാഷണൽ ആന്തമായിട്ട് കോൺസ്റ്റന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ 3 ഡേറ്റ്സ് പഠിച്ചു. 22 ജൂലൈ 1947 ആദ്യം പഠിച്ച ഡേറ്റ് ആണ് 22 ജൂലൈ 1947. 22 ജൂലൈ 1947 കോൺസ്റ്റന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നത്, നാഷണൽ ഫ്ലാഗ് ട്രൈ കളർ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം 24 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നത്, ജനഗണമന നമ്മുടെ നാഷണൽ ആന്തമായിട്ട് എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം 26 ജനുവരി 1950 എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. ഡേറ്റ് ഓഫ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 26 ജനുവരി 1950 ആണ്. 26 ജനുവരി 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്, ഇഫക്റ്റിൽ വരുന്നത്. ഈ 3 ഡേറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലാന അബുൽ കലാം ആസാദ്, a supporter of the Hindu-Muslim unity, became the dash in the first cabinet of independent India. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റിൽ, അതായത് ആദ്യത്തെ മിനിസ്ട്രിയിൽ മൗലാന അബുൽ കലാം ആസാദ് ഹെഡ് ചെയ്ത മിനിസ്ട്രി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലോ മിനിസ്റ്റർ, ഓപ്ഷൻ ബി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഓപ്ഷൻ സി ഫൈനാൻസ് മിനിസ്റ്റർ, ഓപ്ഷൻ ഡി ഡിഫൻസ് മിനിസ്റ്റർ. ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഏത് മിനിസ്റ്റർ ആയിരുന്നു, ഓർ ഏത് മിനിസ്ട്രിയാണ് ഹെഡ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ്. ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റിൽ മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന് പറയുന്നത്. Next question, the original constitution of India was handwritten in English by dash. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൻഡ് റിട്ടൺ ചെയ്ത്, അതായത് കൈവച്ച് എഴുതിയത് ആരാണ്, ഇംഗ്ലീഷിൽ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബി ആർ അംബേദ്കർ, ഓപ്ഷൻ ബി പ്രേം ബിഹാരി നരേൻ റായ്സാദ, ഓപ്ഷൻ സി നന്ദലാൽ ബോസ് ആൻഡ് ഓപ്ഷൻ ഡി എസ് എൻ മുഖർജി. ഇവരിൽ ആരാണ് ഇംഗ്ലീഷിൽ ഹാൻഡ് റിട്ടൺ ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രേം ബിഹാരി നരേൻ റായ്സാദ. പ്രേം ബിഹാരി നരേൻ റായ്സാദയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തത്, ഇന്ത്യയുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയത്. ഇപ്പൊ നമ്മൾ കാണുന്ന പ്രിന്റഡ് കോപ്പി അല്ല, ഹാൻഡ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത്, ഇന്ത്യയുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഹാൻഡ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ ഇറ്റ്സ് പ്രേം ബിഹാരി നരേൻ റായ്സാദ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is not a unitary feature of the Constitution of India. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ യൂണിറ്ററി ഫീച്ചർ അല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ, ഓപ്ഷൻ ബി ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം, ഓപ്ഷൻ സി സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഓപ്ഷൻ ഡി അപ്പോയിന്റ്മെന്റ് ഓഫ് ദി ഗവർണർ ബൈ ദ പ്രസിഡന്റ്. ഇതിൽ ഏതാണ് യൂണിറ്ററി ഫീച്ചർ അല്ലാത്തത്? സോ യൂണിറ്ററി ഫീച്ചർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, സെൻട്രൽ ഗവൺമെന്റിന് കൂടുതൽ പവർ കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ്സ് എന്നുള്ള രണ്ട് ഡിവിഷൻ ഉണ്ടല്ലോ, ഇതിൽ സെൻട്രൽ ഗവൺമെന്റിന് കൂടുതൽ പവർ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് യൂണിറ്ററി ഫീച്ചറിനകത്ത് വരുന്നത്. സോ ഇതിൽ ഏതാണ് യൂണിറ്ററി ഫീച്ചർ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ, ഓപ്ഷൻ ബി ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം, ഓപ്ഷൻ സി സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഓപ്ഷൻ ഡി അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണർ ബൈ ദ പ്രസിഡന്റ്. ഇതിൽ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ആണ് യൂണിറ്ററി ഫീച്ചർ അല്ലാത്തത്. ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം, അതായത് ഇന്ത്യയിൽ നമുക്ക് 3 കോർട്ടുകൾ കാണാൻ സാധിക്കും. ഏറ്റവും ടോപ്പിൽ സുപ്രീം കോർട്ട് ഉണ്ട്, അതിന് താഴെ ഹൈക്കോർട്ട് ഉണ്ട്, അതിനും താഴെ എന്തുണ്ട്, ഡിസ്ട്രിക്ട് കോർട്ട് പോലെയുള്ള ലോവർ കോർട്ടുകൾ കാണാനായിട്ട് സാധിക്കും. ഈ 3 കോർട്ട്സ് എടുത്തു കഴിഞ്ഞാലും സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും ലോവർ കോർട്ടിനും സെൻട്രൽ ഗവൺമെന്റ് ലോസിനകത്തുള്ള കേസും കേൾക്കാൻ സാധിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് ലോസിനകത്തുള്ള കേസും കേൾക്കാനായിട്ട് സാധിക്കും. അതായത് സെൻട്രൽ ഗവൺമെന്റ് മേക്ക് ചെയ്ത ലോസിലുള്ള കേസും സ്റ്റേറ്റ് ഗവൺമെന്റ് മേക്ക് ചെയ്ത ലോസിലുള്ള കേസസും ഈ 3 കോർട്ടിന് എന്ത് ചെയ്യാൻ സാധിക്കും, കാണാനായിട്ട് സാധിക്കും, കേൾക്കാനായിട്ട് സാധിക്കും. ഏറ്റവും ടോപ്പിലായിട്ട് ആരുണ്ട്, സുപ്രീം കോർട്ട് ഉണ്ട്, സുപ്രീം കോർട്ടിന് താഴെയായിട്ട് ഹൈക്കോർട്ട് ഉണ്ട്, ഹൈക്കോർട്ടിന് താഴെയായിട്ട് ലോവർ കോർട്ട് ഉണ്ട്. ഇതാണ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം. സോ ഏറ്റവും ടോപ്പിൽ സുപ്രീം കോർട്ട്, താഴെ ഹൈക്കോർട്ട്, ഹൈക്കോർട്ടിനും താഴെ ലോവർ കോർട്ട്സ്. ഇതാണ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം. ആൻഡ് ഈ 3 കോർട്ട്സിനും എന്ത് ചെയ്യാൻ സാധിക്കും, സെൻട്രൽ ഗവൺമെന്റ് ലോസിനകത്തുള്ള കേസും കേൾക്കാൻ സാധിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് ലോസിനകത്തുള്ള കേസും കേൾക്കാൻ സാധിക്കും. അതാണ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം. സോ ഇതെന്ന് പറയുന്നതാണ് ഒരു യൂണിറ്ററി ഫീച്ചർ തന്നെയാണ്. ഇനി സിംഗിൾ സിറ്റിസൺഷിപ്പ്, അതായത് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും എന്താണ്, ഇന്ത്യൻ സിറ്റിസൺസ് മാത്രമാണ്, ഒരൊറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. അല്ലാതെ ഒരു സ്റ്റേറ്റിന് കേരള സിറ്റിസൺ, തമിഴ്നാട് സിറ്റിസൺ, ആന്ധ്രാപ്രദേശ് സിറ്റിസൺ എന്നുള്ള സ്റ്റേറ്റിന് സിറ്റിസൺഷിപ്പ് ഇല്ല. ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും എന്താണ്, ഇന്ത്യൻ സിറ്റിസൺസ് മാത്രമാണ്, ഒരേ ഒരു സിറ്റിസൺഷിപ്പേ ഉള്ളൂ. അതും എന്താണ്, യൂണിറ്ററി ഫീച്ചർ തന്നെയാണ്. ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണർ ബൈ ദ പ്രസിഡന്റ്, ഓരോ സ്റ്റേറ്റിനും ഓരോ ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ആൻഡ് പ്രസിഡന്റ് സെൻട്രൽ ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്ന ആളെയാണ് എന്ത് ചെയ്യുന്നത്, ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. സ്റ്റേറ്റിന് ഇവിടെ എന്തില്ല, പ്രത്യേകിച്ച് പവർ ഒന്നുമില്ല. സെൻട്രൽ ഗവൺമെന്റിനാണ് ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള പവർ ത്രൂ പ്രസിഡന്റ്. ഇതും എന്ത് തന്നെയാണ്, യൂണിറ്ററി ഫീച്ചർ തന്നെയാണ്. ഇനി ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, സോ ഇത് 3ഉം യൂണിറ്ററി ഫീച്ചർ ആയ സ്ഥിതിക്ക് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണെന്ത്, യൂണിറ്ററി ഫീച്ചർ അല്ലാത്തത്. ഇനി എന്താണ് ഈ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെജിസ്ലേച്ചറിന് ഇപ്പോ
ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 3 ഓർഗൻസ് കാണും. ലെജിസ്ലേച്ചർ ഉണ്ട്, നിയമം നിർമ്മിക്കാനായിട്ട് ലെജിസ്ലേച്ചർ ഉണ്ട്, നടപ്പിലാക്കാനായിട്ട് എക്സിക്യൂട്ടീവ് ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നാൽ കേൾക്കാനായിട്ട് ജുഡീഷ്യറി ഉണ്ട്. ഇതാണ് 3 ഓർഗൻസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് 3 ഓർഗൻസ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ നിയമം നിർമ്മിക്കാനായിട്ട്, എക്സിക്യൂട്ടീവ് നിയമം നടപ്പിലാക്കാനായിട്ട്, ജുഡീഷ്യറി എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ കേൾക്കാനായിട്ട്. ഇങ്ങനെ 3 ഓർഗൻസ് ഉണ്ട്. ഇതിൽ ലെജിസ്ലേച്ചറിന്, ഗവൺമെന്റ് ഒരു ഓർഗൻ ആയിട്ടുള്ള ലെജിസ്ലേച്ചറിന് 2 ഹൗസസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിൽ 2 ഹൗസസ് ഉണ്ടെങ്കിൽ, ഇന്ത്യയുടെ എക്സാമ്പിൾ എടുക്കുക, നമ്മുടെ സെൻട്രൽ ലെവലിലുള്ള അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള ലെജിസ്ലേച്ചർ ഏതാണ്? പാർലമെന്റ് ആണ്. പാർലമെന്റ് ആണല്ലോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിയമങ്ങളെല്ലാം തന്നെ നിർമ്മിക്കുന്നത്. സോ സെൻട്രൽ ലെവലിൽ ലെജിസ്ലേച്ചർ ആരാണ്? പാർലമെന്റ് ആണ് സെൻട്രൽ ലെവലിലുള്ള ലെജിസ്ലേച്ചർ. ഈ ലെജിസ്ലേച്ചർ, അതായത് പാർലമെന്റ് എന്നുണ്ട് 2 ഹൗസസ് ഉണ്ട്. ലോക്സഭ എന്നും രാജ്യസഭ എന്നും പറഞ്ഞിട്ടുള്ള 2 ഹൗസസ് ഉണ്ട്. ഇങ്ങനെ ലെജിസ്ലേച്ചറിന് 2 ഹൗസസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ഇന്ത്യയുടെ സെൻട്രൽ ലെവലിലുള്ള ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന പാർലമെന്റ് ആണ്. പാർലമെന്റ് എന്നുണ്ട് 2 ഹൗസസ് ഉണ്ട്, ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. അതുകൊണ്ട് പാർലമെന്റ് എന്താണ്? ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. സോ അതാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ഒരു ലെജിസ്ലേച്ചറിന് 2 ഹൗസസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ഇതെന്തല്ല? യൂണിറ്ററി ഫീച്ചർ അല്ല. Next question. From which constitution the provision of procedure for amendment is borrowed by India? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ചേഞ്ച് വരുത്താനായിട്ടുള്ള ആ ഒരു പ്രൊസീജിയർ എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ ഏത് കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടിട്ടാണ് ഇൻസ്പയർ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ, ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഓപ്ഷൻ ബി കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓപ്ഷൻ സി സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓപ്ഷൻ ഡി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ എടുത്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സൗത്ത് ആഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ള പ്രൊസീജിയർ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The total number of articles present originally in the Indian Constitution during its implementation is dash. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നിലവിൽ വന്നത് 26 ജനുവരി 1950. 26 ജനുവരി 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ടോട്ടൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 396, ഓപ്ഷൻ ബി 391, ഓപ്ഷൻ സി 395, ഓപ്ഷൻ ഡി 392. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വരുമ്പോൾ 26 ജനുവരി 1950 നിലവിൽ വരുമ്പോൾ എത്രയായിരുന്നു ആർട്ടിക്കിൾസിന്റെ ടോട്ടൽ നമ്പർ എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, 395. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 26 ജനുവരി 1950 ഇഫക്റ്റിൽ വരുമ്പോൾ, നിലവിൽ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ടോട്ടൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 395 ആണ്. ഇനി 26 ജനുവരി 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ആമുഖം, ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 395 ആർട്ടിക്കിൾസ്, 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ഈ 395 ആർട്ടിക്കിൾസിനെ സിമിലർ ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, അതായത് സെയിം കാര്യങ്ങൾ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആർട്ടിക്കിൾസിനെ ഗ്രൂപ്പ് ചെയ്തിരുന്നു. ആ ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് പാർട്സ്. ഈ 395 ആർട്ടിക്കിൾസിൽ സിമിലർ ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെ ഡിവൈഡ് ചെയ്ത് ഡിഫറെന്റ് പാർട്സ് ആക്കി വെച്ചിരുന്നു. അങ്ങനെ 22 പാർട്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 22 പാർട്സ് ഉണ്ടായിരുന്നു. ഈ 395 ആർട്ടിക്കിൾസിനെയും സിമിലർ ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെ, ഒരേപോലെ ഉള്ള ആർട്ടിക്കിൾസിനെ ഓരോ ഗ്രൂപ്പ് ആക്കി മാറ്റും. ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് പാർട്ട്. അങ്ങനെ ഈ 395 ആർട്ടിക്കിൾസിനെയും 22 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിരുന്നു. അതുകൂടാതെ 8 ഷെഡ്യൂൾസ്. ഷെഡ്യൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന, മെയിൻ കാര്യം എന്ന് പറയുന്ന ഈ ആർട്ടിക്കിൾസ് ആണ്. ഈ ആർട്ടിക്കിൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഈ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഷെഡ്യൂൾസിലാണ്.
അങ്ങനെ അഡീഷണൽ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനായിട്ട് 8 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വരുമ്പോഴുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോഴത്തെ സ്ട്രക്ചർ നോക്കിയാലോ, ആസ് ഓഫ് നൗ ഇപ്പോൾ നിലവിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രിയാമ്പിൾ ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു പ്രിയാമ്പിൾ ഉണ്ട്. ഈ 395 ആർട്ടിക്കിൾസ് എന്നുള്ളത് ഇൻക്രീസ് ചെയ്ത് 448 ആർട്ടിക്കിൾസ് ആയിട്ട് മാറി. അതുപോലെ തന്നെ പാർട്സിന്റെ എണ്ണം എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു, 25 പാർട്സ് ആയിട്ട് മാറി. അതുപോലെ തന്നെ ഷെഡ്യൂൾസിന്റെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ 12 ഷെഡ്യൂൾസ് ആണ്. സോ ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്ത് ചോദിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വരുമ്പോൾ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, 395 ആർട്ടിക്കിൾസ്. എത്ര പാർട്സ് ഉണ്ടായിരുന്നു, 22 പാർട്സ്. എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു, 8 ഷെഡ്യൂൾ. ഇതായിരുന്നു 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതേസമയം ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രിയാമ്പിൾ ഉണ്ട്, 448 ആർട്ടിക്കിൾസ് ഉണ്ട്, 25 പാർട്സ് ഉണ്ട്. ഈ 448 ആർട്ടിക്കിൾസിൽ സിമിലർ ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പാണ് എന്ത്, പാർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ 25 പാർട്സ് ഉണ്ട്. അതുകൂടാതെ അഡീഷണൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് 12 ഷെഡ്യൂൾസ് ഉണ്ട്. സോ ആർട്ടിക്കിൾസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്തു, പാർട്സിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്തു, ഷെഡ്യൂൾസിന്റെ എണ്ണവും ഇൻക്രീസ് ചെയ്തു. സോ 26 ജനുവരി 1950 ഉണ്ടായിരുന്ന കാര്യവും ചോദിക്കാം, ഇപ്പോൾ ഉള്ള സ്ട്രക്ചറും ചോദിക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ഡൗൺ ചെയ്തോണം. Next question. Who was the first to give the idea of Constituent Assembly for India? ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട്, ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്നുള്ള ഐഡിയ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ CG റോയ്, ഓപ്ഷൻ ബി MN റോയ്, ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ ആൻഡ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഇവരിൽ ആരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ള ഐഡിയ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, MN റോയ്. 1934 എന്ത് ചെയ്യുന്നത്, MN റോയ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. ഇനി MN റോയ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ ആയിരുന്നു MN റോയ് എന്ന് പറയുന്നത്. ആ ഒരു ടൈം പീരീഡിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ ആയിരുന്നു MN റോയ് എന്ന് പറയുന്നത്. MN റോയ് ആണ് എന്ത് ചെയ്യുന്നത്, 1934 ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്നുള്ള ഐഡിയ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. നമ്മുടെ മെറ്റീരിയലിനകത്ത് ഉണ്ടായിരുന്ന മെജോറിറ്റി ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ കൊണ്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റിമൈനിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഏതെങ്കിലും ഒരു പോർഷനിൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിലോ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ഡൗട്ടും കൂടി ക്ലിയർ ചെയ്തിട്ടേ അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്